Evening to all. ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. ദിസ് ഇസ് ജിൻറ്റോ. സോ നമ്മുടെ ബിഗ് ബോസ് വിന്നർ ഇതവിടെ കാണാലോ. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ 18 കൊല്ലമായിട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് റിയാലിറ്റി ഷോസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് 2006 എന്ന് തന്നെ 2007 ഐഡിയ സ്റ്റാർ സിംഗർ. അപ്പൊ നമ്മള് ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തു. 40 ലക്ഷം രൂപയുടെ ഒരു പ്രൈസാണ് കൊടുത്തത്. 40 ലക്ഷം രൂപയുടെ അതൊരു എല്ലാരും ഒരു ഷോക്കാവണ പോലത്തെ ഒരു പ്രൈസായിരുന്നു ഫ്ലാറ്റ്. അന്ന് തുടങ്ങിയ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ജേർണിയാണ്. പല ടാലൻസും ഈ ഷോസിലൂടെ മെയിൻ സ്ട്രീമിലേക്ക് വന്നിട്ടുണ്ട്, സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ സക്സസ്ഫുൾ മ്യൂസിക്കൽ ഷോസും റിയാലിറ്റി ഷോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ദൈവത്തിനോട് നന്ദിയുള്ളൂ. ആ ഒരു സംഗീത സരസ്വതിയോ അല്ലെങ്കിൽ ഒരു ആക്ടിങ്ങിന്റെ ഒരു ദൈവത്തിനോടോ ഇത് ടാലന്റിന്റെ സപ്പോർട്ട്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആണ്. 2024 ബിഗ് ബോസിന്റെ മെഗാ പ്രൈസ് 50 lakh rupees ഫോർ ജിൻറ്റോ. അപ്പോൾ ഇതൊരു 18 ഇയേഴ്സിന്റെ ജേർണിയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ. നമ്മൾ കമ്മിറ്റ് ചെയ്ത എല്ലാ പ്രൈസും സമയത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ജിൻറ്റോ കോൺഫിഡന്റ് വിളിച്ചിട്ടില്ല. നമ്മൾ ജിൻറ്റോനെ വിളിക്കായിരുന്നു. ജിൻറ്റോ ചെക്ക് റെഡി ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഒറ്റക്കാലില് വേണോ. അപ്പോ ജിൻറ്റോ നാളെ ഗൾഫിൽ പോവാണ് അല്ലെ, പ്രോഗ്രാം ഉണ്ട്. അപ്പോ ഇന്ന് നമ്മള് ഈ ചെക്ക് ഹാൻഡിങ് ഓവറിന്റെ ഒരു സെറമണിയാണ്. അപ്പോ നമുക്ക് ചെക്ക് കൊടുക്കുന്നതിന് മുമ്പ് ജിൻറ്റോനോട് ചോദിക്കാം എന്തൊക്കെയാണ്, വാട്ട് ഈസ് യുവർ ഫീലിംഗ് അബൌട്ട് കോൺഫിഡന്റും ഈ പ്രൈസും ബിഗ് ബോസും? എന്താ പറയുക, മറുപടി പറയാൻ പറ്റില്ല. അത്രയും മാത്രം സന്തോഷമാണ് എനിക്ക് അങ്ങനൊരു സ്റ്റേജിലൊന്നും നിൽക്കാന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ടൈം എനിക്ക് നന്ദി പറഞ്ഞ ഏഷ്യനോട് പറഞ്ഞു. കാരണം ഏഷ്യക്ക് നമുക്കൊരു ചാൻസ് അങ്ങനെ ബിഗ് ബോസ് തന്നുകൊണ്ടാണ്. കാരണം ഇത്രയും ലക്ഷങ്ങൾ പേര് അതിനകത്ത് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതാണ്. അവർ കിട്ടിയില്ല. നമ്മൾ 25 വരെ അതിനകത്ത് കയറാൻ പറ്റുന്നത്. അതിനകത്ത് ഒരാളാവാൻ നിന്ന് ഞാൻ വിൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ സക്സസ് ആയി. പിന്നെ അവിടെ നിന്ന് ലാലേട്ടൻ്റെ കൈ പിടിച്ച് ഉള്ളിലേക്ക് പോകുമ്പോഴും തിരിച്ച് ലാലേട്ടൻ്റെ കൈ പിടിച്ച് തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അനുഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളത്. നിങ്ങളൊക്കെ ബിഗ് ബോസിൽ ട്രൈ ചെയ്യും. കാരണം കോമൺ കാറ്റഗറിയിലുണ്ട്. അങ്ങനെ രണ്ടുപേർക്ക് എന്തൊരു ചാൻസ് ഉണ്ട്. അവർ ട്രൈ ചെയ്യും. അവർ ട്രൈ ചെയ്ത് അതിന് ഡെഡിക്കേറ്റ് ചെയ്ത് മത്സരിച്ച് നോക്കാം. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ അടുത്ത് വൈശ്വര്യ ഒരാളെ പോലെ ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് നിൽക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ ഭാഗ്യം. ഇത്രയും 50 ലക്ഷത്തിന്റെ അല്ല അതിന് വില. പക്ഷെ ഇത്രയും ഒരു സ്ഥാനമുള്ള ഒരാളുടെ അടുത്ത് നമുക്ക് വന്നിരിക്കാൻ ഒരു ഫീലാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ വാങ്ങിക്കാന്നുള്ള ഫീലാണ്. കാരണം നമ്മൾ ഓഫീസിലൊന്നും വാങ്ങിക്കാന്നുള്ളതല്ല, അദ്ദേഹം നമ്മുടെ കൈക്കിലേക്ക് തരാമെന്നുള്ള ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ അപ്പൊ എന്റെ കൂടെ നമ്മുടെ ഈ കേരള MD ഉണ്ട്. ഈ മാനേജസ് ദി എൻറ്റയർ കേരള ഡിവിഷൻ സക്സസ്ഫുൾ ആയിട്ട്. ഈ MD മിസ്റ്റർ ജോസഫ് ജോയ് ഉണ്ട് കൂടെ. ജോയ് ടൊളിവർത്ത് ഇസ് ദ ഡയറക്ടർ ഫോർ കോൺഫിഡന്റ് കേരള ഡിവിഷൻ. അപ്പൊ MD എന്ത് പറയുന്നു ജിൻറ്റോ ബിഗ് ബോസ് കോൺഫിഡന്റ്? ജിൻറ്റോനോട് ഇപ്പൊ 2 മിനിറ്റ് നമ്മൾ സംസാരിച്ചുള്ളൂ. 2 മിനിറ്റ് സംസാരിച്ചുള്ളൂ. അപ്പൊ അതിൽ നിന്ന് പുള്ളി ഇദ്ദേഹം ഒരു ഡൗൺ ടു എർത്ത് പേഴ്സണാണ്. അത് തന്നെ ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. വളരെ എളിമയോട് സംസാരിക്കുന്നു. പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ബിഗ് ബോസിലൂടെ. പക്ഷെ ഇത് ഒരു അമേസിംഗ് ഒരു ജമ്മാണ്. കൺഗ്രാജുലേഷൻ. ജോയ്, 2 words. ഞാൻ ജിൻഡോ CM കൂടി ഒന്ന് സംസാരിക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ജിൻഡോന്റെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ജിൻഡോനെ കണ്ടപ്പോൾ റിയലി പ്രൗഡ് ഓഫ് ഹിം. താങ്ക് യു, കൺഗ്രാജുലേഷൻ. ജിൻറ്റോ, ഞാനും ഇന്ന് അന്ന് സ്റ്റേജ് വിളിച്ചു കണ്ടു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ജിൻറ്റോ ഇസ് എ വെരി സിമ്പിൾ ഡൗൺ ടു എർത്ത് പേഴ്സൺ. ഒരു ഞാൻ പറയും എപ്പോഴും ഒരു സക്സസ്സിൽ ഒരു എളിമ വേണം. അപ്പോഴാണ് ഇനിയും സക്സസ് ആവും. അപ്പൊ നമ്മുടെ ദൈവം അത് കാണും, പിന്നെയും അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് മൂവി ചെയ്യുന്നുണ്ട് ഡയറക്ടർ VK പ്രകാശിന്റെ കൂടെ. അപ്പോ you show all the staff also, no?
അപ്പോ അപ്പൊ ഞാനത് VK പ്രകാശ് ജിയോട് സംസാരിച്ചു. അപ്പൊ കോൺഫിഡന്റിന്റെ അടുത്ത സിനിമയില് ജിൻറ്റോന് നല്ലൊരു റോള് പുള്ളി ഓഫർ ചെയ്തു. കൺഗ്രാറ്റുലേഷൻ. അതാണ് ജിൻറ്റോന്റെ അടുത്ത ഗുഡ് ന്യൂസ്. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഒരു എളിമ, ഒരു സിംപ്ലിസിറ്റി. അപ്പൊ ഞങ്ങളെല്ലാം അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ലൈഫില്. അപ്പൊ അതൊരു നമുക്കപ്പോ ബിഗ് സ്ക്രീനിൽ ജിൻറ്റോനെ കാണാം. അതെ 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 അതെ. അപ്പൊ ഇനിയും ജിൻറ്റോ പല കാര്യങ്ങളും കോൺഫിഡന്റ് കൂടെ ചെയ്യാം. ദൈവത്തിന്റെ നന്ദിയും കൃപ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങൾ എന്നോട് പല നല്ല കാര്യങ്ങൾ പറഞ്ഞു. കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ പല നല്ല കാര്യങ്ങൾ. അതെല്ലാം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. ടേക്ക് കെയർ, ബൈ. ഇത് ചെക്ക് കൊടുത്തിട്ടില്ല. ഇത് ജിൻറ്റോ, ഇത് ജിൻറ്റോന്റെ ബിഗ് ബോസിന്റെ ചെക്കാണ്. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് എന്താ 34 ലക്ഷം. അപ്പൊ കോൺഫിഡൻസ് ഗ്രൂപ്പ് 50 ലക്ഷം അല്ലേ പറഞ്ഞെന്ന്. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പോണ ഗിഫ്റ്റ് ടാക്സ്. അപ്പൊ ജിൻറ്റോ ഒരു ഹയസ്റ്റ് ടാക്സ് പേരും കൂടിയായി. ഹയസ്റ്റ് ടാക്സ് പേർ 15 ലക്ഷം രൂപ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ടാക്സ് കെട്ടണ. അപ്പോ ജിൻറ്റോ, യു ആർ എ പ്രൗഡ് ഇന്ത്യൻ ഓൾസോ. അതിലും പ്രൗഡ് ചെയ്ത് ചോദിച്ചാണ്. അപ്പൊ ഇനിയൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ജിൻറ്റോന് കോൺഫിഡന്റിൽ ഒരു ഫ്ലാറ്റ് മേടിക്കണം എന്ന്. അപ്പോ ഇവരൊക്കെ നമ്മുടെ കൂടെ 10-18 കൊല്ലമുള്ള ടീംസ് ആണ്. അവരൊക്കെ ബിഗ് ബോസിലേക്കൊന്നും വരില്ല. 100 ദിവസം അവരവിടെ നിൽക്കില്ല. അവര് ഓടിപ്പോരും. ഞാൻ ട്രെയിനിങ് കൊടുക്കും. ഞാൻ ട്യൂഷൻ സെന്റർ കൊടുക്കാം. പിന്നെ സ്റ്റാഫിനോട് പറയട്ടെ, ഈ 100 ദിവസം അവിടെ ചെന്ന് നിൽക്കുന്നത് ഈസി ഒന്നല്ലാട്ടാ. കുടുംബമൊക്കെ വിട്ടിട്ട് അവിടെ അതൊരു നല്ലൊരു കഷ്ടപ്പാടുള്ളൊരു ഇത് തന്നെയാണ്. അതൊരു ഡിഫിക്കൽട്ട്. എത്ര വർഷങ്ങൾ നമ്മളോട് ജീവിക്കണം. അപ്പൊ 100 ദിവസം വേണ്ടി മാറ്റി വെക്കാൻ പറ്റും. അങ്ങനത്തെ തപസ്യ ചെയ്യുന്ന ആൾക്കാരൊന്നും നമ്മുടെ ഒരു സക്സസിന്റെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ഞാൻ 1 വർഷം അതിനോട് ഡെഡിക്കേറ്റ് ചെയ്തു. 1 വർഷം ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ അടിച്ചിട്ട് പോയിട്ടുള്ള മൈൻഡില് നമ്മൾ വാങ്ങിയത്. അപ്പൊ നിങ്ങൾ ഡെഡിക്കേഷൻ ചെയ്താൽ നിങ്ങൾക്ക് പറ്റും. അപ്പൊ സാറേ ഒരാളെ ഇവിടുന്ന് വിട്, ഒരാളെ ഇവിടുന്ന് വിട്. അത് കപ്പ് നമുക്കിരിക്കും. ഫുൾ ട്രെയിനിങ് ഞാൻ കൊടുക്കാം. വേണ്ട. അപ്പൊ പറയും ഡോക്ടറെ സ്പോൺസർ ചെയ്യുന്നു, സ്റ്റാഫിന് കൊടുക്കുന്നു. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മതി. അല്ല അങ്ങനെ നമുക്ക് ഒരു ഇതും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ഞാൻ കാണിച്ചത് എങ്ങനെയാണ് അതിനൊക്കെ ഒരു മാനദണ്ഡം ഉണ്ട്. അതൊക്കെ ഒരു ഇതില്ലേ, ബെഞ്ച് മാർക്ക് ഉണ്ട്. ഒരു ആളുണ്ട്, 2 ആളുണ്ട്. അപ്പൊ നമുക്ക് ജോയിൻ വിടാം. അപ്പോ ഏഷ്യാനെറ്റ് എന്റെ സ്വന്തം ഫാമിലി പോലെയാണ്. അപ്പോ ഏഷ്യാനെറ്റ് നമ്മുടെ മിസ്റ്റർ മാധവൻ ജി എൻ്റെ ഒരു സ്വന്തം ബ്രദർ പോലെയാണ്. ഏഷ്യാനെറ്റ് ഫുൾ ടീം, മെറിനാണ് ഇത് കോർഡിനേറ്റ് ചെയ്തത്. പിന്നെ എല്ലാ ഏഷ്യാനെറ്റ് ടീമിനും താങ്ക് യു വെരി മച്ച്. വിൽ ബി പാർട്ട് ഓഫ് ബിഗ് ബോസ് 7 again. Take care. Bye bye.